അവൻ എങ്ങനെയൊക്കെയോ തിരികെ ക്വാർട്ടേഴ്സിലെത്തി. പക്ഷേ രാത്രിയിൽ എന്താ സംഭവിച്ചതെന്നോ എങ്ങനെ അവൻ തിരികെ എത്തിയെന്നോ ഓർമ്മയുണ്ടായിരുന്നില്ല. രാവിലെ കതകിലെ മുട്ട് കേൾക്കുമ്പോഴാണ് അവൻ ഉണർന്നത്. ഉണർന്നു നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു. അത് അത്ഭുതത്തോടെ അവൻ നോക്കി. വാതിൽ വീണ്ടും മുട്ടുകെട്ടു. അവൻ പിഴഞ്ഞെഴുന്നേറ്റ് കതക് തുറന്നു. നാരായണനായിരുന്നു അത്. അദ്ദേഹം അവനോടായി പറഞ്ഞു, കാട് നിന്നെ തിരഞ്ഞെടുക്കാൻ കാരണം നിന്നിലെ നിരീക്ഷണ പാഠവും ബുദ്ധിശക്തിയുമാണ്. നിന്നെപ്പോലെ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു ആ ശാസ്ത്രജ്ഞനും. പക്ഷേ അയാൾക്ക് നിയോഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കറുത്ത ചന്ദ്രനെ തടുക്കാനുമായില്ല. കഴിഞ്ഞ രാത്രി ഇതും കൂട്ടി 6 തവണ കറുത്ത ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞു. 7ാം തവണ ചന്ദ്രൻ ഉദിക്കുന്ന രാത്രി കാട് നശിക്കും. അഗ്നി കാടിനെ വിഴുങ്ങും. കണക്കുകൂട്ടൽ പ്രകാരം നാളെയാണ് ആ രാത്രി. അതിൽ നിന്ന് കാടിനെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. അതിനുള്ള വഴി നിന്റെ മുൻഗാമി നിനക്ക് തന്നിട്ടുണ്ടാകും. കയ്യിലുണ്ടായിരുന്ന ഒരു ഊന്നുവടി അദ്ദേഹം അവന് നൽകി. ലക്ഷ്യത്തിനടുത്തേക്ക് എത്തുന്നത് വരെ നിന്നെ എല്ലാത്തിൽ നിന്നും ഈ വടി മറച്ചു പിടിക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതിനുശേഷം അദ്ദേഹം നടന്നു നീങ്ങി. അവൻ തിരികെ വന്ന് ബെഡിലിരുന്ന് ഡയറി തുറന്നു. അതിൽ ഒരു മാപ്പും ചന്ദ്രവാതിൽ എന്നറിയപ്പെടുന്ന ഒരു ഗുഹയിലേക്ക് പോകാനുള്ള വഴിയും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ എന്തുകൊണ്ടാണ് കറുത്ത ചന്ദ്രൻ ഉദിക്കുന്നത് എന്ന വിവരണവും. മനുഷ്യൻ്റെ കടന്നുകയറ്റം കൂടുമ്പോൾ കാടിന് സ്വയം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെ നശിപ്പിക്കും മുമ്പ് അഗ്നിയായി മാറാൻ കാടിന് അനുവാദം നൽകിക്കൊണ്ട് അന്നത്തെ കാട്ടുമക്കൾ ഉണ്ടാക്കിയ ഒരു ആചാരം അല്ലെങ്കിൽ ഒരു ക്രമീകരണം, അതായിരുന്നു കറുത്ത ചന്ദ്രൻ. കാലം മാറിയിട്ടും മനുഷ്യൻ കാടിനെ രക്ഷിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടും ഈ രീതി മാത്രം മാറിയില്ല. ഇടയ്ക്ക് സ്വയം കറുത്ത ചന്ദ്രൻ ഉദിക്കുകയും പിന്നീട് കാട് അഗ്നിക്കിരയാകാൻ തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞൻ ഇത് തടുക്കുവാൻ വേണ്ടി പുറപ്പെട്ടത്. ഇതിനെ മറികടക്കാനുള്ള ഏക വഴി ചന്ദ്രദിശയിലേക്ക് പോകുന്ന കറുത്ത പ്രകാശം വരുന്ന കല്ല് എന്നേക്കുമായി എടുത്തു മാറ്റുക എന്നതായിരുന്നു. ആ കല്ലിരിക്കുന്നതാകട്ടെ ചന്ദ്രവാതിൽ എന്ന ഗുഹയിലും. പക്ഷേ ഏറ്റവും പ്രധാനമായ കാര്യം, ആ കല്ലെടുക്കുന്നതോടുകൂടി ആ ഗുഹാമുഖം ഇടിഞ്ഞു വീഴും. അതെടുക്കാൻ പോകുന്ന ആൾ അപകടത്തിൽപ്പെടുകയും ചെയ്യും. ആരവിന് മുൻപേ അവിടെ എത്താൻ ശ്രമിച്ച ശാസ്ത്രജ്ഞനെ കാടിൻ്റെ മക്കൾ തന്നെ വകവരുത്തിയതായിരിക്കും എന്ന് ആരവിന് സംശയം തോന്നി. നീല ചിലപ്പോൾ അവരിൽ ഒരാളായിരിക്കാം. ഇനി നീല ആയിരിക്കുമോ ശാസ്ത്രജ്ഞനെ കൊന്നത്? അതും അവൻ അറിയില്ല. ആരോരുമില്ലാത്ത അവന് ഒരു കാടിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിയുമല്ലോ എന്ന് അവൻ ചിന്തിച്ചു. എന്തിനാണ് താൻ ഇങ്ങോട്ട് വന്നതെന്ന് പോലും അവൻ അറിയില്ല. ഒരു ദിവസം ജോലിക്ക് ശേഷം ബാഗുമെടുത്ത് പുറപ്പെട്ടതാണ്. ഇപ്പോൾ അവൻ്റെ ദൗത്യം ഏകദേശം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അവൻ പകൽ മുഴുവൻ ആ ഡയറി വായിക്കുകയായിരുന്നു. അതിലെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പഠിച്ചു. അവസാനമായി അവന് വേണ്ട ആഹാരം കഴിച്ചു. അപ്പോഴേക്കും സന്ധ്യ മയങ്ങിത്തുടങ്ങിയിരുന്നു. രാത്രിയിൽ പുറപ്പെടാൻ കാരണം രാത്രിയിൽ മാത്രമേ ആ ഇരുണ്ട വെളിച്ചം പ്രകാശിക്കൂ എന്നതുകൊണ്ടായിരുന്നു. അവൻ പുറത്തിറങ്ങി. അവസാനമായി തൻ്റെ ക്വാർട്ടേഴ്സിലേക്കൊന്ന് നോക്കിയ ശേഷം അവൻ കാടിനുള്ളിലേക്ക് നടന്നു. പക്ഷേ കാടിനുള്ളിൽ കണ്ട മൃഗങ്ങളൊന്നും തന്നെ കണ്ടതായേ ഭാവിക്കുന്നില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി നീല അവനെ പിന്തുടരുന്നുണ്ടോ എന്ന്. ഇല്ല, നീലയും അവനെ പിന്തുടരുന്നില്ല. മുത്തച്ഛൻ്റെ വടിയുടെ ഗുണമായിരിക്കും എന്നവന് തോന്നി. അവൻ കാടിൻ്റെ അകത്തേക്ക് കൂടുതൽ നീങ്ങുമ്പോൾ മരങ്ങളുടെ തണ്ടുകൾ ഒരേ രീതിയിലുള്ള ചിഹ്നങ്ങൾ വരച്ചു വച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. മിക്കവാറും ശാസ്ത്രജ്ഞൻ ചെയ്തതായിരിക്കും അങ്ങനെ, തനിക്ക് വഴി മനസ്സിലാകാൻ. ആ അടയാളങ്ങൾ പിന്തുടർന്ന് അവനൊരു വലിയ കുന്നിൻ്റെ അടിവാരത്തെത്തി. അവിടെ നിലം അല്പം തണുത്തതും വായു വിചിത്രമായി നിശ്ചലവുമായിരുന്നു. അവൻ്റെ മുന്നിലായി ഒരു ഗുഹാമുഖം പ്രത്യക്ഷപ്പെട്ടു. അവൻ ഗുഹയുടെ അകത്തേക്ക് നടന്നു. ഗുഹയുടെ അകത്തളങ്ങൾ കൂടുതൽ മുന്നോട്ട് പോയപ്പോൾ ഒരു വട്ടമാകൃതിയിലുള്ള തുറസായ ഇടം കണ്ടു. മുകളിലെ പാറയിൽ ചെറിയൊരു തുറവുണ്ടായിരുന്നു. അവിടെ നിന്ന് ആകാശവും ചന്ദ്രനെയും നേരിട്ട് കാണാമായിരുന്നു. ഇതായിരിക്കാം ശാസ്ത്രജ്ഞൻ പറഞ്ഞ ചന്ദ്രവാതിൽ. അവിടെ മധ്യത്തായി ഒരു കുളത്തിന് നടുക്കായി ഒരു ചെറിയ കല്ല് പ്രതിഷ്ഠിച്ചിരുന്നു. അതിൽ നിന്നാണ് കറുത്ത വെളിച്ചം വരുന്നുണ്ടായിരുന്നത്. കറുപ്പും മഞ്ഞയും കലർന്ന ആ വെളിച്ചം ചന്ദ്രനിലേക്ക് നേരിട്ട് പതിക്കുന്നുണ്ടായിരുന്നു.
നോക്കിയപ്പോൾ തന്നെ അവന് ഭയം തോന്നി. അങ്ങ് ദൂരെ നല്ല തിളക്കത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രനെ ഇങ്ങ് ഭൂമിയിൽ നിന്നും ചെറിയ ഒരു കല്ലിൽ നിന്നും പതിക്കുന്ന പ്രകാശം ഇരുണ്ട ചന്ദ്രനാക്കി മാറ്റുന്നു. എന്തു തന്നെ പറഞ്ഞാലും ശാസ്ത്രത്തിൻ്റെ ഒരു ഏടുകളിലും ഇതിനെപ്പറ്റി ഒന്നും വിശദീകരിക്കാൻ കഴിയില്ല എന്നവന് തോന്നി. അവൻ അവൻ്റെ ദൗത്യത്തിലേക്ക് കടന്നു. കല്ലിളക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവൻ്റെ കൈകൾക്ക് അതിൻ്റെ ബലം പോരാ. അവസാനം അവൻ മുത്തച്ഛൻ്റെ വടി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. വടികൊണ്ട് കല്ലിൻ്റെ താഴ്ഭാഗം ആഴത്തിൽ അവൻ കുത്തി. വടി രണ്ടായി പിളർന്നു. ഒപ്പം കല്ല് പൊടുന്നനെ ഇളകി. പെട്ടെന്ന് ഒരു ഘോര ശബ്ദത്തോടെ ആ വെളിച്ചം നിലച്ചു. ചന്ദ്രൻ്റെ ഏറ്റവും പരിപൂർണമായ തിളക്കം അവൻ്റെ മുഖത്തെ കടിച്ചു. പെട്ടെന്ന് എല്ലാം വളരെ ശാന്തമായി. കാറ്റുപോലും പതിയെ തണുത്തു. കാടിൻ്റെ ശബ്ദങ്ങൾ പോലും മങ്ങിപ്പോയി. പൊടുന്നനെ ആ ഗുഹ മൊത്തം ഇടിഞ്ഞ് അവൻ്റെ മേലേക്ക് പതിച്ചു. ഒന്ന് നിലവിളിക്കാൻ പോലും സമയം കിട്ടാതെ ആരവ് എന്നേക്കുമായി മണ്ണിനടിയിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ നേരം പുലർന്നു. കാട് അതീവ സന്തോഷത്തിലായിരുന്നു. മൃഗങ്ങളെല്ലാം ശബ്ദമുണ്ടാക്കി അങ്ങിങ്ങായി ഓടി നടന്നു. അവരാരും ആരവിനെ അറിഞ്ഞിട്ടേയില്ല. കാട് വീണ്ടും ശാന്തമായി ശ്വസിക്കാൻ തുടങ്ങി.